തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനായി ശ്രമം തുടരുകയാണ് ടി.വി.കെ. നിയുക്ത എം.എൽ.എമാരുടെ യോഗം പനിയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ചേരുകയാണ്. വിജയ്ക്ക് പിന്തുണ നൽകുമെന്ന സൂചനയുമായി CPIM എത്തുന്നുണ്ട്. വിജയ് ഇടത് പാർട്ടികളോട് പിന്തുണ തേടിയിരുന്നെന്നും തമിഴ്നാട് ഘടകം ചർച്ച നടത്തി തീരുമാനിക്കുമെന്നും CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി പറഞ്ഞു. One party, new party, TVK, they emerged as the single largest party, sort of few seats. Mysterious reason, the Honorable Governor of Tamil Nadu did not invite the leader of the single largest party. He was asking to show the numbers who are going to support him, who are going to make him a majority in the assembly. That is actually not the responsibility of the governor. Now, 3 political parties, we have had discussion, we have advised our state units in Tamil Nadu to have consultation and take suitable steps. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും. മനേഷ്, ഇപ്പോൾ CPI ടി.വി.കെക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് അവസാനം നമുക്ക് ലഭിക്കുന്നത്. 2 സീറ്റുകളാണ് CPIക്ക് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ സർക്കാർ രൂപീകരിക്കാനുള്ള എണ്ണത്തിലേക്ക് അവരെത്തുന്നില്ല. നിലവിൽ എന്തൊക്കെയാണ് അവസാനം വരുന്ന വിവരങ്ങൾ? അമൽ, അഷിത, എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ ഇപ്പോൾ അല്പസമയത്തിന് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. അത് CPIയും അതുപോലെ തന്നെ CTR നിർമ്മൽകുമാർ, ടി.വി.കെയുടെ സംഘടനാ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CTR നിർമ്മൽകുമാറും ചേർന്നുകൊണ്ട് സംയുക്തമായ വാർത്താ സമ്മേളനം നടത്തും. അതിൽ വെച്ച് ധാരണയായ പത്രം കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIക്ക് 2 സീറ്റുകളാണുള്ളത്. അല്പസമയം മുമ്പാണ് സൂളൈമാട് CPI ഓഫീസിൽ ചേർന്ന യോഗം, അത് കൗൺസിലും അതുപോലെ തന്നെ അതിനുശേഷം നടന്ന എക്സിക്യൂട്ടീവും ഒക്കെ സമാപിച്ചത്. അവിടെ വെച്ച് എന്തായാലും മാധ്യമങ്ങളെ നേതാക്കളാരും കണ്ടിട്ടില്ല. ഇവിടെ വെച്ച് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങളെ സംയുക്തമായി കാണും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുന്നത്. 4:30 മണിയോടുകൂടിയും നേതാക്കൾ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അനിശ്ചിതത്വം നീങ്ങുന്നു തമിഴ്നാടിൻ്റെ സർക്കാർ രൂപീകരണ കാര്യത്തിൽ, ടി.വി.കെയുടെ സർക്കാർ രൂപീകരണ കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. CPIMൻ്റെ യോഗം ഇപ്പോൾ അവിടെ തുടരുകയാണ്, CPIM ഓഫീസിൽ തുടരുകയാണ്. അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു ആദ്യം ചേർന്നത്. ഉച്ചവരെ അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളായിരുന്നു കഴിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സമിതി ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടി അവിടെ നിന്നും ഒരു അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് ഡൽഹിയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആ തരത്തിലാണ്. VCKയുടെ യോഗം വൈകുന്നേരം, ത്രിതല സിരുത്തകൾ കക്ഷിയുടെ യോഗം വൈകുന്നേരം 5 മണിയോടുകൂടി ചേരും. അതിനുശേഷം ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അധ്യക്ഷനായിട്ടുള്ള തോൾ തിരുമാവലവൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നാളെയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും ഈ 3 പാർട്ടികളുടെയും പിന്തുണ ടി.വി.കെക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ഇന്നിപ്പോൾ വിജയ് വീണ്ടും ഗവർണറെ കാണാനായി ഒരുങ്ങുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാർ രൂപീകരണത്തിൽ കടക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ഈ പാർട്ടികളുടെ പിന്തുണ ഏറെ പ്രധാനമാണ്. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ടി.വി.കെ ഉള്ളത്. അഷിത, CPIയുടേത് എന്തായാലും അല്പസമയത്തിനകം തന്നെ തീരുമാനമാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരണയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ധാരണാപത്രം കൈമാറുന്ന ഒരു പരിപാടി, അതാണ് ഇനിയിപ്പോൾ ഇവിടെ നടക്കാനുള്ളത്. അപ്പോൾ 2 സീറ്റുകളുടെ കാര്യം എന്തായാലും ഉറപ്പിക്കാം. വൈകിട്ടോടുകൂടി 6 മണിയോടുകൂടി CPIMൻ്റെ തീരുമാനം പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ VCKയെ സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവരുടെ ഉന്നത സമിതി യോഗം ചേരും. അതിനുശേഷം നാളെയോടുകൂടി മാത്രമേ തീരുമാനം ഉണ്ടാവൂ എന്നുള്ളതാണ് VCKയുടെ അധ്യക്ഷനായിട്ടുള്ള തിരുമാവലവൻ പറയുകയും ചെയ്തത്. നാളെ ഉച്ചയോടുകൂടി ഈ കൃത്യമായൊരു ധാരണ ഇതുമായി ബന്ധപ്പെട്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം 6 മണിയോടുകൂടി വിജയ്, ടി.വി.കെ അധ്യക്ഷൻ വിജയ് ഗവർണറെ കാണാൻ എത്തുന്നുണ്ട്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണാൻ എത്തുന്നുണ്ട്. അതിനുള്ള പെർമിഷൻ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോക്ഭവനിലെത്തി കാണും. ഈ പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊടുത്ത കത്ത് തന്നെ കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഇനി 3 പാർട്ടികളുടെ കൂടി പിന്തുണയാണ്. CPIയുടെ കാര്യം തീരുമാനമായി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.